ഹലോ ഗായ്സ്, എൻ്റെ പേര് നിസാറ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ മീൻകുളത്തിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പമ്പാണ് സബ്മേഴ്സിബിൾ പമ്പാണ്. 220 വോൾട്ട് 18 വാട്ട്സിൻ്റെ ഒരു പമ്പ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വരുത്തിയാണ്. 200 രൂപയാണ് ഇതിൻ്റെ വില. നല്ല പെർഫോമൻസാണ്. ഒരു 5 മീറ്റർ ഹെഡൊക്കെ പറയുന്നുണ്ടെങ്കിലും 1 മീറ്റർ 1.5 മീറ്ററൊക്കെ എന്തായാലും കിട്ടും. നല്ല ഉഷാറായിട്ട് തന്നെ ചാടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു മീനുകളും ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ അബ്ബാസ് ചെയ്തതാണ് കേട്ടോ. അബ്ബാസിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അതായത് നമ്മളെ സിദ്ദീഖിൻ്റെ ചേട്ടൻ അത്തിക്കാട് സിദ്ദീഖ്, അവൻ്റെ വീട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവൻ്റെ ജ്യേഷ്ഠൻ അബ്ബാസിൻ്റെ വർക്കാണിത്. അപ്പോൾ സിദ്ദീഖിൻ്റെ വീടാണിത്. ഒരു അടിപൊളി കിടിലൻ വീടാണ്. ഈ വീട് ഒരു ദിവസം ഞാൻ ഫുള്ളായിട്ട് ഉള്ളും പുറവും റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വീഡിയോ ഉണ്ടാകുന്നതാണ്. എത്ര ചിലവായി മൊത്തം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ പമ്പ് എടുത്തിട്ട് ഒരു ഷോള് കൊണ്ട് ഫുള്ള് കവർ ചെയ്യുക. ഷോള് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് പമ്പിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പമ്പിൽ കച്ചറ പോകാതിരിക്കാൻ വേണ്ടി, അതേപോലെ ഇതിലുണ്ടാകുന്ന മീനിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ മീനിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പമ്പിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും. പമ്പിന് കുറച്ചും കൂടി ലൈഫ് കിട്ടും കച്ചറ ഉള്ളിൽ പോയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് 220 വോൾട്ട് ആയതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ട് ഇൻസുലേഷനൊക്കെ പക്കാവണം. അപ്പോൾ കുറേ ബെൻഡൊക്കെ കൊടുത്തിട്ട് ആകെ ബോറാക്കണ്ട വിചാരിച്ച് എന്ത് ചെയ്ത് ഫ്ലെക്സിബിൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കേബിളിട്ട് കുറച്ച് ഭാഗം കേട്ടോ. അവിടെ ഇപ്പോൾ ഇവിടെ ബെൻഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു 2-3-4 ബെൻഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കേബിൾ ഇട്ടിട്ട് ഈ കൂടുതൽ ബെൻഡ് വരുന്ന ഭാഗം നമ്മൾ ഫ്ലെക്സിബിൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ചെയ്തിട്ട് മതിലിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് അടിയിലൂടെ നമ്മളെ വയറിങ് പൈപ്പിലൂടെ കൊടുത്തിട്ട് ഇവിടെ തെങ്ങിൻ്റെ അവിടെ വരുന്നത് താൽക്കാലികമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ്റെ പ്ലഗിൽ നിന്നാണ് കണക്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടെ ഒരു എക്സ്ട്രാ സ്വിച്ചൊക്കെ കൊടുത്തിട്ട് നേരെ ഇങ്ങനെ താഴെയാണ്. ഇതിപ്പോൾ ടെമ്പററി കണക്ഷനാണ്, അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഈ മൊത്തത്തിൽ അവിടുന്ന് ഇങ്ങോട്ടും കൂടി മണ്ണിൻ്റെ അടിയിൽ കൂടി ചെയ്യാനുള്ളതാണ്.